ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇന്ന് നമ്മൾ ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ കൃഷികളൊക്കെ കാണാൻ വേണ്ടി ഒരു ഫാമിലി വരുന്നുണ്ട്. നമ്മുടെ ടെക് ട്രാവൽ ഏറ്റ് സുജിത്ത് ഭക്തനും ഫാമിലിയുമാണ് വരുന്നത്. വീഡിയോ എടുക്കുന്നത് അവൻ. വീടിന്റെ ചുറ്റും ഉണ്ടായിരുന്ന റബ്ബറും തോട്ടം, റബ്ബർ മരങ്ങൾ വെട്ടിയാണ് ഈ കൃഷിയൊക്കെ ആരംഭിച്ചത്. റബ്ബറൊക്കെ നഷ്ടമാണോ? റബ്ബറിനെക്കാരും എപ്പോഴും ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെയാണ്. ഫ്രൂട്ട്സ് പ്ലാന്റ്. ഓക്കെ, അപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റുകളിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. പന്തല് കൊടുത്തിട്ട് വേണം നമ്മളിത് നടാന്. റെഡിഷ് കളർ, ആ റെഡിഷ് കളർ എല്ലാം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാറായതാണ്. ഇത് എവിടെ നോക്കിയാലും ഇത് കണ്ടില്ല, ഇതൊക്കെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ. എനിക്കിവിടെ കാല് വെക്കാൻ പറ്റുന്നില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ആണ്, അകത്ത് കൊണ്ടെന്ന് തോന്നുന്നു. വേര് പിടിപ്പിച്ച പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എത്ര രൂപ? ഇത് 75 രൂപ. വേര് പിടിക്കാത്തതിന് 60 രൂപ. വേര് പിടിക്കാത്തതിന് 60 രൂപയും വേര് പിടിപ്പിച്ചതിന് 75 രൂപയും. ഇത് കൊണ്ടുപോയി നട്ടിട്ട് എത്ര നാൾ കഴിയുമ്പോൾ ഉണ്ടാവും? അത് ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കും. ഒരു വർഷത്തിനുള്ളിൽ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകാം. വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും വേണ്ട. ഇതിന്റെ തണ്ടിന് നല്ല അത്യാവശ്യത്തിന് കട്ടിയുള്ള. ഞാൻ ആദ്യം കേട്ടോ ഇങ്ങനത്തെ ഒരു ഫ്രൂട്ടിനെ പറ്റി ഞാൻ അറിയുന്നത് പോലും. ഇത് ശരിക്കും പാവയ്ക്ക പോലെ ഉണ്ടല്ലേ? നാച്ചുറൽ കളർ ആയിട്ട്, അതായത് ഇപ്പൊ വേറെ കളർ ചേർക്കാതെ ജ്യൂസുകൾക്കൊക്കെ കളർ. ഈ സാധനം കണ്ടിട്ടുണ്ടോ? ജാക്ക് ഫ്രൂട്ട് ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. വേറെ കേരളത്തിൽ വേറെ കൃഷി ചെയ്യുന്നുണ്ടോ ആൾക്കാർ? ആളുകള് വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അതിന്റെ സീഡ്, ജാക്ക് ഫ്രൂട്ടിന്റെ സീഡ്. ഞങ്ങൾ വന്നപ്പോ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് തന്നായിരുന്നു. ആ ജ്യൂസ് എന്ന് പറയുന്നത് ഈ ജാക്ക് ഫ്രൂട്ടും പൈനാപ്പിളും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ഒരു ജ്യൂസ്. അതുകൊണ്ട് നാരങ്ങ ചേർക്കുവാണെങ്കിൽ നാരങ്ങയുടെ കളർ മാറിയിട്ട് റെഡിഷ് കളറുള്ള നാരങ്ങ വെള്ളം. അത് ഈ പൈനാപ്പിൾ സർവത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ റെഡിഷ് കളറിലെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അത് കൊള്ളാം. എന്തായാലും പണി എടുക്കുകയാണ്. അന്നേരം എനിക്ക് കിലോയ്ക്ക് മിനിമം ഒരു 1000 രൂപയെങ്കിലും കിട്ടുന്ന ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ നടുവുള്ളൂ. അത് നടുവുള്ളൂ അല്ലേ? ഇത് നിക്കർ നനഞ്ഞാ വേറെ മാറ്റിയിടാനുണ്ട്. നീ അവിടെ നിന്നു. സ്മോൾ ഫിഷ് കണ്ടില്ലേ? ദേ അവിടെ നോക്ക്. ഇത് കിരണല്ലേ? റെഡ് ആയിട്ടുണ്ടല്ലോ. അടിപൊളി, നൈസ്. ക്യാമറമാൻ ഇച്ചിരി ക്ഷീണമാകാം. ഇത് കൊള്ളാട്ടോ, മധുരമുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിൽ. ഡ്രമ്മ പെയിന്റും ബക്കറ്റിലൊക്കെ ഇങ്ങനെ 2 എണ്ണം വെച്ച് നട്ടാൽ മതി, അതുണ്ടായിക്കോളും. പറിച്ചെടുക്കാമോ? സൂപ്പർ എയർലി. ഹൈറ്റ് അത്രയും വെച്ച് നമ്മൾ ക്രമീകരിക്കുക. ഇത് മുകളിലേക്ക് പൊക്കി വിടില്ല, അത് വെട്ടിക്കളയും. വെട്ടിക്കളയും, ടോപ്പ് വെട്ടിക്കളയും. കമ്പിവേലി കെട്ടത്തില്ലേ, അതിന്റെ തൂണാണോ ഇത്? അങ്ങനത്തെ തൂണാണോ? കോൺക്രീറ്റ് പോൾ ഇതിന് വേണ്ടി തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തുണ്ടാക്കിയേക്കുന്നത്. അതായത് 7 അടി ഉണ്ട്. 7 അടിയിൽ മുകളില് ഹോൾ വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് 7 അടി ഉണ്ടോ? അത് 2 അടി നമ്മൾ അടിയിലേക്ക് കുഴിച്ചിട്ടു. ഓ ശരിയാ. മേളില് ഹോൾ എന്ന് പറയുമ്പോ ഈ കമ്പി ഉണ്ട്, കമ്പിയിലാണ് ഈ ടയർ നിൽക്കുന്നത്. ഇതിങ്ങനെ കേറി മറിയണം. കേറി മറിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഇതിങ്ങനെ കേറിയിട്ട് ഇങ്ങോട്ട് മറിയണം. മറിഞ്ഞു കഴിഞ്ഞാലേ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഒക്ടോബർ നവംബർ വരെ നമുക്ക് ഇതിനകത്തുനിന്ന് ഫ്രൂട്ട് കിട്ടും. അപ്പൊ ഫ്രൂട്ട്സിൽ നിന്നും വരുമാനം ഉണ്ടാക്കാം. ഇതിന്റെ തണ്ട് വിറ്റും പൈസ ഉണ്ടാക്കാം. ഏത് സമയത്തും നമുക്ക് ഇതിന്റെ വരുമാനം ഉണ്ടാക്കാം. അല്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഡ്രാഗൺ ഫ്രൂട്ട് നല്ലൊരു കൃഷി സംഭവമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങാം. നിരപ്പായ സ്ഥലത്തും പിന്നെ കുന്നിന്റെ മണ്ടയ്ക്കും വെള്ളം കെട്ടി നിൽക്കില്ലാത്ത ഏത് സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. സ്വന്തം വീട്ടിൽ വേണമെങ്കിലും ടെറസിന്റെ മേളിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. തൈ വേണം ഇവിടുന്ന് വാങ്ങിക്കാം. ഇത് നമ്മള് ഇതിനുള്ള ബോക്സ് ഉണ്ട്. ഇതിനകത്ത് ബോക്സിലാക്കിയിട്ടാണ് കൊറിയർ ചെയ്യുന്നത്. എന്നാ ചെയ്യാൻ പോവാ? കുഞ്ഞു പശുവിന് പഴം കൊടുക്കാൻ പോവാ. പുല്ലിട്ട് കൊടുത്തു, തണ്ണിമത്തങ്ങ കൊടുത്തു. രേവതിക്ക് പഴം വേണോടി? പഴം കഴിച്ചു. തണ്ണിമത്തം കഴിക്കടി. കുട്ടന് ഇഷ്ടപ്പെട്ടു രേവതിക്ക്. തണ്ണിമത്തം കഴിക്കുന്നേ. Nice to meet you. All the best for your Krishi and your YouTube channel. Thank you so much, guys. Okay. Thank you so much, guys. See you, guys. Bye. Agata. Tata.